കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരുപാട് ആളുകൾ വിളിക്കുകയും ബന്ധപ്പെടുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. പാർട്ട്ണർഷിപ്പ് ഡീഡ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ശരിയാണ്, പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റും ഡീഡും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും പാർട്ട്ണർമാർ തമ്മിൽ വളരെ സുതാര്യമായ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അവർ തമ്മിൽ നല്ലൊരു ട്രസ്റ്റും ഉണ്ടായിരിക്കണം. എന്റെ ഒരു ചെറിയ അനുഭവം നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. ഇവിടെ അബുദാബിയിൽ ബിസിനസ് നടത്തിയിരുന്ന രണ്ട് പാർട്ട്ണർമാർ തമ്മിൽ വളരെ നല്ല ബന്ധമുള്ളവരാണ്. പൂർണ്ണമായി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒന്നും മറച്ചു വെക്കാതെ രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ടാളുകൾ. ഒരാളെ കുറ്റപ്പെടുത്താനോ ബ്ലെയിം ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. അങ്ങനെ രണ്ടാളുകളുടെ മുന്നിൽ ഒരു വലിയ ബിഗ് ചലഞ്ച് വന്നു ബിസിനസ്സിൽ. ആ സമയത്ത് രണ്ടുപേരും പലതവണ ഇരുന്ന് സംസാരിച്ചു. ഒരു ദിവസം അവർ ആ വിഷയത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഏകദേശം 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് സംസാരിച്ചു. വൈകുന്നേരം രാത്രിയായി പിരിഞ്ഞ് വീട്ടിലേക്ക് പോയി. രണ്ടുപേരും വന്ന് കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. നമ്മൾ നേരിടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഇന്നതാണെന്ന് പറഞ്ഞു. മറുഭാഗത്തുള്ള പാർട്ട്ണർ തിരിച്ചു പറയുകയാണ്, സെയിം സ്വപ്നം ഞാനും ഇന്നലെ കണ്ടു. ഇതാണ് നമ്മുടെ പ്രോബ്ലം പരിഹരിക്കാനുള്ള മാർഗം എന്ന് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഈ ഒരു സംഭവം പലരും കേൾക്കുമ്പോൾ തോന്നും ഇത് റിയലിസ്റ്റിക് അല്ല എന്ന്. നടന്ന എന്നോയുമായി വളരെ അടുപ്പമുള്ള 2 കൂട്ടുകാർ തമ്മിൽ നടന്നതാണ്. പൂർണ്ണമായ ആശയവിനിമയവും പൂർണ്ണമായി രണ്ടുപേരും തമ്മിൽ ഒരേ ആശയത്തിൽ ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും പരിഹാരത്തിന് ഫോക്കസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിലേക്ക് സ്വപ്നത്തിൽ വരെ, അല്ലെങ്കിൽ അവർ സ്വപ്നമില്ലാതെ തന്നെ ഇരിക്കുന്ന സമയത്ത് വരെ പരിഹാരം രണ്ടുപേർക്കും ഒരേ രൂപത്തിൽ കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അവർ കണ്ടെത്തുകയും ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു രീതിനെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ട്ണർമാർ തമ്മിലുള്ള ട്രസ്റ്റ് എന്ന്.